നിളാനദി ശാന്തമായി ഒഴുകുകയായിരുന്നു. നൂറ്റാണ്ടുകളുടെ കഥകളുറങ്ങുന്ന ആ മണൽത്തിട്ടകളെ തഴുകി ഒരിക്കലും വറ്റാത്ത സ്നേഹം പോലെ അവൾ ഒഴുകി. പക്ഷേ ആ നദിക്കരയിലുള്ള വടക്കേപ്പാട്ട് തറവാട്ടിലെ അന്തരീക്ഷം അത്ര ശാന്തമായിരുന്നില്ല. ദാരിദ്ര്യം കാർന്നു തിന്നുന്ന പഴയ പ്രതാപത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു വലിയ വീട്. അവിടെയാണ് മാധവനും ഭാര്യ സുമിത്രയും താമസിച്ചിരുന്നത്. മാധവൻ മുൻശുണ്ഠിക്കാരനായിരുന്നു. ഇല്ലായ്മയിലും തറവാടിത്തത്തിന്റെ അഹങ്കാരം കൊണ്ടു നടക്കുന്ന ആൺകോയ്മയുടെ ആൾരൂപം. പെൺകുട്ടികൾ ജനിക്കുന്നത് തറവാടിന് ശാപമാണെന്നും സാമ്പത്തിക ബാധ്യതയാണെന്നും അയാൾ ഉറച്ചു വിശ്വസിച്ചു. ഗർഭിണിയായ സുമിത്ര ഉമ്മറത്തെ മങ്ങിയ വെളിച്ചത്തിരുന്ന് നിറവയറിൽ കൈവയ്ക്കുമ്പോൾ അവളുടെ മനസ്സ് പിടയ്ക്കുമായിരുന്നു. മാധവന്റെ വാക്കുകൾ ഒരു കൊടുങ്കാറ്റുപോലെ അവളുടെ കാതുകളിൽ മുഴങ്ങി. സുമിത്ര, ഇത്തവണയെങ്കിലും അത് ആണായിരിക്കണം. പെണ്ണാണെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ ജീവനോടെ വെക്കില്ല. ഈ തറവാട്ടിൽ ഇനിയൊരു ബാധ്യത കൂടി വേണ്ട. ആ വാക്കുകൾക്ക് മൂർച്ചയുണ്ടായിരുന്നു. സുമിത്ര നിളയെ നോക്കി പ്രാർത്ഥിച്ചു. ദേവി, എന്റെ കുഞ്ഞിനെ കാക്കണേ. കർക്കിടകമാസം പേടിറങ്ങുകയായിരുന്നു. ആകാശം പൊട്ടിപ്പൊളിയുന്നതുപോലെയുള്ള ഇടിമുഴക്കം. വടക്കേപ്പാട്ട് തറവാടിന്റെ ഓടുമേഞ്ഞ മേൽക്കൂരയിൽ മഴത്തുള്ളികൾ ആഞ്ഞടിക്കുന്ന ശബ്ദം മാത്രം. മാധവൻ ദൂരദിക്കിലെ ഒരു ക്ഷേത്രോത്സവത്തിന് പോയിരിക്കുകയായിരുന്നു. ആ ഇരുളടഞ്ഞ രാത്രിയിലാണ് സുമിത്രയ്ക്ക് പേറ്റുനോവു തുടങ്ങിയത്. സഹായത്തിന് അയൽപക്കത്തെ വൃദ്ധയായ മുത്തശ്ശി മാത്രം. വേദന കൊണ്ട് സുമിത്ര പുളഞ്ഞു. ഓരോ മിന്നൽ പിണറിലും അവളുടെ മുഖം വിളറി വെളുത്തു. ഒടുവിൽ നോവിന്റെ പെരുമഴയ്ക്കൊടുവിൽ ഒരു കുഞ്ഞു കരച്ചിൽ ആ മുറിയിൽ മുഴങ്ങി. പുറത്തെ മഴയുടെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിൽ ആ കരച്ചിൽ സുമിത്രയുടെ ചെവിയിൽ അലയടിച്ചു. മുത്തശ്ശി ആ കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞ് സുമിത്രയുടെ അരികിലേക്ക് നീട്ടി. അവരുടെ മുഖത്ത് വാത്സല്യത്തേക്കാൾ കൂടുതൽ സങ്കടമായിരുന്നു. സുമിത്രേ, നോക്ക്, നല്ല ഐശ്വര്യമുള്ള പെൺകുഞ്ഞ്, ലക്ഷ്മീദേവിയെപ്പോലെയുണ്ട്. ആ വാക്കുകൾ കേട്ടതും സുമിത്രയുടെ നെഞ്ചിൽ 1000 ഇടിവാളുകൾ ഒന്നിച്ചുവെട്ടി. സന്തോഷം തോന്നേണ്ട നിമിഷത്തിൽ മരവിപ്പിക്കുന്ന ഭയമാണ് അവളെ ഗ്രസിച്ചത്. പെൺകുഞ്ഞ്. മാധവന്റെ ക്രൂരമായ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. പെണ്ണാണെങ്കിൽ അതിനെ ഞാൻ ജീവനോടെ വെക്കില്ല. അവൾ ആ പിഞ്ചുകുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു. ചൂടുള്ള മൃദുലമായ ആ ശരീരം, തന്റെ ചോര, ഇതിനെ എങ്ങനെയാണ് മരണത്തിന് വിട്ടുകൊടുക്കുക? പക്ഷേ മാധവൻ വന്നാൽ അയാൾ ഇതിനെ കൊല്ലും, അല്ലെങ്കിൽ പട്ടിണിക്കിട്ട് കൊല്ലും. സുമിത്രയുടെ കണ്ണുനീർ കുഞ്ഞിന്റെ മുഖത്തേക്ക് വീണു. പുറത്ത് നിളാനദി കരകവിഞ്ഞൊഴുകുകയാണ്. അമ്മേ, സുമിത്ര വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ആരും അറിയരുത്. ഈ കുഞ്ഞു മരിച്ചുപോയെന്ന് നമുക്ക് പറയണം. അവൾ ജീവിച്ചിരിക്കണമെങ്കിൽ ഇവിടെ നിന്നാൽ പോരാ. നീ എന്തായി പറയുന്നത്? മുത്തശ്ശി ഞെട്ടി. എനിക്ക് വേറെ വഴിയില്ലമ്മേ. എന്റെ കുഞ്ഞെവിടെയെങ്കിലും ജീവിച്ചിരുന്നാൽ മാത്രം മതി. ഇവിടെ അവൾക്ക് ആയുസ്സില്ല. അവൾ കഷ്ടപ്പെട്ടെഴുന്നേറ്റു. മുറ്റത്തെ മൂലയിൽ കിടന്നിരുന്ന നെല്ലളക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പഴയ മുളക്കുട്ടയെടുത്തു. അതിനുള്ളിൽ തന്റെ പഴയ ഒരു പട്ടുസാരി മടക്കി വിരിച്ചു. ഉറങ്ങിക്കിടക്കുന്ന ആ പിഞ്ചുകുഞ്ഞിനെ അവസാനമായി ഒന്ന് മുലയൂട്ടി അവൾ ആ കുട്ടയിൽ കിടത്തി. മഴ നനയാതിരിക്കാൻ മുറ്റത്തെ വാഴയിൽ നിന്ന് വെട്ടിയ ഒരു വലിയ ഇല കൊണ്ട് അവൾ കുട്ട മൂടി. കയ്യിലൊരു റാന്തൽ വിളക്കുമായി പെരുമഴയത്ത് അവൾ നിളയുടെ കടവത്തേക്ക് നടന്നു. ചെളി നിറഞ്ഞ വഴിയിൽ ഓരോ ചുവടും അവൾക്ക് ഭാരമായിരുന്നു. ഒടുവിൽ കലങ്ങിമറിഞ്ഞൊഴുകുന്ന നിളയുടെ മുന്നിലെത്തി. ഇരുട്ടിൽ നദിയൊരു ഭീകര സത്വത്തെപ്പോലെ ഗർജിക്കുന്നുണ്ടായിരുന്നു. നിളേ, നീയും ഒരു അമ്മയല്ലേ? ഇവളെ നിനക്ക് തരുന്നു. എന്റെ ഭർത്താവിന്റെ ക്രൂരതയിൽ നിന്ന് ഇവളെ നീ കാക്കണം. ഏതെങ്കിലും നല്ല തീരത്ത് ഇവളെ എത്തിക്കണം. കൈകൾ വിറച്ചു. നെഞ്ചുപുട്ടുന്ന വേദനയോടെ അവൾ ആ കുട്ട വെള്ളത്തിലേക്ക് വെച്ചു. ഒഴുക്ക് ആ കുട്ടയെ മെല്ലെ ഏറ്റെടുത്തു. റാന്തൽ വെളിച്ചത്തിൽ ആ മുളക്കുട്ട ഒഴുകിയടലുന്നത് അവൾ നോക്കി നിന്നു. കണ്ണിൽ നിന്ന് കാഴ്ച മറയുന്നതുവരെ അവൾ അവിടെ തന്നെ നിന്നു. പിന്നെ ആ മഴയത്ത് ആകാശത്തേക്ക് നോക്കി അവൾ നിലവിളിച്ചു. ആ നിലവിളി ഇടിമുഴക്കത്തിൽ അലിഞ്ഞു ചേർന്നു. അക്കര ഗ്രാമത്തിലെ പ്രതാപം വിളിച്ചോതുന്ന മംഗലത്ത് തറവാട്. പത്തായപുരയും നടുമുറ്റവുമൊക്കെയുള്ള ആ വലിയ വീടിന് പക്ഷേ ഒരു ശ്മശാനത്തിന്റെ മൂകതയായിരുന്നു. വിശ്വനാഥമേനോനും ഭാര്യ പാർവതിയും അവിടെ തങ്ങളുടെ വലിയ സമ്പത്തിന് നടുവിൽ ഒറ്റയ്ക്കായിരുന്നു. സ്നേഹം പങ്കിടാൻ, ഒന്നു കൊഞ്ചിക്കാൻ, ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം അവർക്കുണ്ടായില്ല. ഓരോ വിഷുവിനും കൈനീട്ടം കൊടുക്കാൻ ആളില്ലാതെ, ഓണത്തിന് പൂക്കളമൊരുക്കാൻ കുട്ടികളില്ലാതെ ആ ദമ്പതികളുടെ മനസ്സ് വിങ്ങിപ്പൊട്ടി. പാർവതി പലപ്പോഴും പൂജാമുറിയിലെ കൃഷ്ണവിഗ്രഹത്തിനു മുന്നിൽ കണ്ണീരൊഴുക്കി. എല്ലാമുണ്ടായിട്ടും എന്തിനാ കൃഷ്ണ
ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന അവരുടെ ചോദ്യത്തിന് മറുപടി എന്നോണം കെടാവിളക്ക് മിന്നിത്തെളിയും. അങ്ങനെ ഒരു ബ്രാഹ്മമുഹൂർത്തം. നിളാനദി മഞ്ഞിൽ പുതച്ചുറങ്ങുന്ന സമയം. വിശ്വനാഥമേനോൻ പതിവുപോലെ കുളിക്കാനായി കടവത്തെത്തി. ഒടുവിൽ കലങ്ങിമറിഞ്ഞൊഴുകുന്ന നിളയുടെ മുന്നിലെത്തിയപ്പോൾ അന്ന് നിളയ്ക്ക് വല്ലാത്തൊരു ശാന്തതയുണ്ടായിരുന്നു. തണുത്ത വെള്ളത്തിലേക്കിറങ്ങിയപ്പോൾ മുളങ്കൂട്ടങ്ങൾക്കിടയിൽ എന്തോ ഒന്ന് ഒഴുകി നടക്കുന്നത് അദ്ദേഹം കണ്ടു. ഒഴുക്കിനെതിരായി ഒരു മുളക്കുട്ട തടഞ്ഞു നിൽക്കുന്നു. അദ്ദേഹം കൗതുകത്തോടെയും അല്പം ഭയത്തോടെയും അതിനടുത്തേക്ക് നീങ്ങി. കുട്ടയുടെ ഉള്ളിൽ നിന്ന് ഒരു നേർത്ത കരച്ചിൽ കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ നെഞ്ചിടിപ്പ് കൂടി. വിറയ്ക്കുന്ന കൈകളോടെ അദ്ദേഹം ആ കുട്ട കരയ്ക്കടുപ്പിച്ചു. മകൾ മൂടിയ വാഴയില മാറ്റിയപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തിന്റെ ശ്വാസം നിലപ്പിച്ചു. പട്ടും വളയും ഒന്നുമില്ലെങ്കിലും സ്വർണത്തിന്റെ നിറമുള്ള താമരമുട്ടുപോലെ ഒരു പെൺകുഞ്ഞ്. അവൾ നനഞ്ഞ കണ്ണുകളോടെ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. ആ ചിരിയിൽ മംഗലത്ത് തറവാട്ടിലെ വർഷങ്ങളുടെ ഇരുട്ട് മാഞ്ഞു പോകുന്നത് അദ്ദേഹം അറിഞ്ഞു. പാർവതി! അദ്ദേഹം കുട്ട നെഞ്ചോട് ചേർത്ത് പിടിച്ച് പടവുകൾ ഓടിക്കയറി. പാർവതി, വേഗം വരാൻ! വിളികേട്ട് ഓടിയെത്തിയ പാർവതി ഭർത്താവിന്റെ കൈയിലെ കുട്ട കണ്ട് അമ്പരന്നു. അതിലെ പിഞ്ചുകുഞ്ഞിനെ കണ്ടപ്പോൾ അവരുടെ മാതൃത്വം അണപൊട്ടിയൊഴുകി. എന്റെ കൃഷ്ണ, നീ കണ്ണു തുറന്നോ? അവർ ആ കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മ വെച്ചു. സാക്ഷാൽ ഭഗവതി നിളയിലൂടെ ഒഴുക്കിത്തന്ന പ്രസാദമായി അവർ അതിനെ കണ്ടു. അവർ അവൾക്ക് ലക്ഷ്മി എന്ന് പേരിട്ടു. മംഗലത്ത് തറവാട്ടിൽ പിന്നീട് വസന്തമായിരുന്നു. അവളുടെ കൊലുസിന്റെ കിളുക്കം ആ വീടിനെ സംഗീതസാന്ദ്രമാക്കി. വിശ്വനാഥൻ മേനോൻ അവളിൽ അറിവിന്റെ വെളിച്ചം നിറച്ചു. വെറും അക്ഷരങ്ങൾ മാത്രമല്ല, സംസ്കൃതവും വേദങ്ങളും ആയുർവേദത്തിന്റെ ബാലപാഠങ്ങളും അദ്ദേഹം അവൾക്ക് പകർന്നു നൽകി. തൊടിയിലെ ഓരോ ചെടിയും അവൾക്ക് കൂട്ടുകാരായി. നാട്ടുകാർക്ക് അവൾ വെറുമൊരു പെൺകുട്ടിയായിരുന്നില്ല, സാക്ഷാൽ ധന്വന്തരിയുടെ അനുഗ്രഹമുള്ള കൈപുണ്യമുള്ള കുട്ടി വൈദിയായിരുന്നു. ആരും കൊതിക്കുന്ന ഐശ്വര്യമായി അവൾ വളർന്നു. വർഷങ്ങൾ നിളയിലൂടെ ഒഴുകിപ്പോയി. കാലം ആർക്കും കാത്തുനിൽക്കാതെ അതിന്റെ കണക്കുകൾ എഴുതി ചേർത്തുകൊണ്ടിരുന്നു. അക്കരെ മംഗലത്ത് തറവാട്ടിൽ ലക്ഷ്മിയൊരു താമരപ്പൂവ് പോലെ വിരിഞ്ഞു നിൽക്കുമ്പോൾ ഇക്കരെ വടക്കേപ്പാട്ട് തറവാട് ശാപം കിട്ടിയ പോലെ വാടി തളരുകയായിരുന്നു. മാധവന്റെ ഗർവിന് കാലം നൽകിയ മറുപടി ക്രൂരമായിരുന്നു. ഒരു കാലത്ത് തറവാടിത്തത്തിന്റെ പേരിൽ നെഞ്ചുവിരിച്ചു നടന്ന മാധവൻ ഇന്ന് സ്വന്തം നിഴലിനെപ്പോലും ഭയന്ന് വീട്ടിനുള്ളിലൊതുങ്ങി. അജ്ഞാതമായ ഒരു ത്വക്ക് രോഗം അയാളെ പിടികൂടിയിരുന്നു. ആദ്യം ചെറിയൊരു ചൊറിച്ചിലായി തുടങ്ങിയത് ക്രമേണ ശരീരം മുഴുവൻ പടർന്നുപിടിച്ചു. തൊലി വിണ്ടുകീറി ചോരയും നീരുമൊലിച്ച് ഈച്ചയാർക്കുന്ന അവസ്ഥയിലായി ആ ശരീരം. രാത്രികളിൽ വേദനയും ചൊറിച്ചിലും കൊണ്ട് മാധവൻ അലറിക്കരഞ്ഞു. എന്റെ ദേവി, എന്നെക്കൊണ്ട് വയ്യേ, ഇങ്ങനെ ഒരു നരകം എനിക്ക് തന്നതെന്തിനാ? അയാളുടെ നിലവിളി കേട്ട് വടക്കേപ്പാട്ടെ തൂണുകൾ പോലും വിറച്ചു. ആ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന അസഹനീയമായ ദുർഗന്ധം കാരണം അയൽപക്കക്കാർ പോലും ആ വഴി നടക്കാതായി. എങ്കിലും സുമിത്ര ഭർത്താവെന്ന ദൈവത്തെ അറപ്പില്ലാതെ ശുശ്രൂഷിച്ചു. അയാളുടെ വ്രണങ്ങൾ കഴുകി മരുന്നുവെച്ചുകെട്ടുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുമായിരുന്നു. അപ്പോഴൊക്കെ മാധവൻ അവരെ ദയനീയമായി നോക്കും. ആ നോട്ടത്തിൽ പഴയ മാധവൻ മരിച്ചുപോയിരുന്നു. പകരം പരാജയപ്പെട്ട ഒരു മനുഷ്യൻ മാത്രം അവശേഷിച്ചു. നാട്ടിലെ പ്രസിദ്ധരായ പല വൈദ്യന്മാരും വന്നുനോക്കി. കഷായങ്ങളും ലേപനങ്ങളും മാറി മാറി പരീക്ഷിച്ചു. പക്ഷേ രോഗം മൂർച്ഛിക്കുകയല്ലാതെ കുറഞ്ഞില്ല. ഒടുവിൽ അവസാനത്തെ ആശ്രയമെന്നോണം അവർ പ്രസിദ്ധനായൊരു ജ്യോത്സ്യരെ വരുത്തി. ഉമ്മറത്തിരുന്ന് കവടി നിരത്തി ഗ്രഹനില നോക്കിയ ജ്യോത്സ്യരുടെ മുഖമിരുണ്ടു. അദ്ദേഹം ദീർഘനേരം മൗനമായിരുന്നു. അന്തരീക്ഷത്തിൽ വല്ലാത്തൊരു ഭാരം തളം കെട്ടി. മാധവൻ നായരെ! ജ്യോത്സ്യരുടെ ശബ്ദം ഗൗരവമേറിയതായിരുന്നു. ഇത് വെറുമൊരു രോഗമല്ല, ശരീരം നൽകുന്ന ശിക്ഷയുമല്ല, ഇത് കർമ്മഫലമാണ്. ചെയ്ത പാപത്തിന്റെ കണക്ക് തീർക്കൽ. മാധവൻ വിറച്ചു. ജ്യോത്സ്യർ തുടർന്നു. സ്വന്തം ചോരയെ പിറന്നുവീണ ഉടനെ ഉപേക്ഷിച്ചതിന്റെ പാപം. ഒരു പെൺകുഞ്ഞിന്റെ കണ്ണീർ ഈ തറവാടിനു മുകളിൽ കരിനിഴലായി നിൽപ്പുണ്ട്. മാധവൻ ഞെട്ടിത്തരിച്ചു. സുമിത്രയുടെ കയ്യിൽ നിന്ന് കിണ്ടി താഴെ വീണു. ആ കുഞ്ഞ്! ജ്യോത്സ്യർ കണ്ണുകളടച്ച് ധ്യാനിച്ചു. ആ കുഞ്ഞ് മരിച്ചിട്ടില്ല. ജലത്തിന്റെ സാമീപ്യമുള്ള ഒരിടത്ത് ഏതോ പുണ്യവാന്മാരുടെ തണലിൽ അവൾ ജീവിച്ചിരിപ്പുണ്ട്. ഈ രോഗം മാറണമെങ്കിൽ ആ മകൾ വരണം. അവളുടെ കൈകൊണ്ട് തൊട്ടാൽ, അവൾ തരുന്ന മരുന്ന് കഴിച്ചാൽ മാത്രമേ മാധവൻ നായർക്ക് ഈ നരകത്തിൽ നിന്ന് മോചനമുള്ളൂ. ഇല്ലെങ്കിൽ പുഴുക്കൾ അരിച്ച് അന്ത്യം. ആ വാക്കുകൾ മാധവന്റെ നെഞ്ചിൽ ഇടിത്തീ പോലെ വീണു. അയാൾ സുമിത്രയെ നോക്കി. സുമിത്ര, നീ അന്ന് പറഞ്ഞത് കുഞ്ഞു മരിച്ചെന്നല്ലേ? സുമിത്രയുടെ തൊണ്ടയിടറി. വർഷങ്ങളായി ഉള്ളിൽ സൂക്ഷിച്ച രഹസ്യം കനൽ പോലെ എരിയുന്നു. പക്ഷേ അതിനേക്കാൾ വലിയൊരാശ്വാസം അവളുടെ മനസ്സിൽ പടർന്നു. എന്റെ മകൾ ജീവിച്ചിരിപ്പുണ്ട്. ദൈവമേ,
താൻ ഒഴുക്കിവിട്ട കുഞ്ഞ് എവിടെയോ സുരക്ഷിതയാണ്. സുമിത്രയുടെ മനസ്സിൽ പ്രതീക്ഷയുടെ ഒരു പുതിയ സൂര്യൻ ഉദിക്കുകയായിരുന്നു. മാധവന്റെ രോഗം മാറാനും തന്റെ മകളെ ഒരു നോക്ക് കാണാനും ഒരവസരം ദൈവം ഒരുക്കുകയാണോ? അവർ അശ്രുക്കളോടെ കൈകൂപ്പി. ജ്യോത്സ്യർ നൽകിയ സൂചനകളും നാട്ടുകാരുടെ അറിവും വെച്ച് സുമിത്രയും മാധവനും യാത്ര തിരിച്ചു. ശരീരം മുഴുവൻ വ്രണങ്ങളുമായി വേദന കൊണ്ട് പുളയുന്ന മാധവനെ താങ്ങിപ്പിടിച്ച് വള്ളത്തിലും നടന്നും അവർ അക്കരെ ഗ്രാമത്തിലെത്തി. മംഗലത്ത് തറവാടിന്റെ പടിപ്പുര കടക്കുമ്പോൾ തന്നെ അപൂർവമായ ഔഷധസസ്യങ്ങളുടെ ഗന്ധം കാറ്റിൽ അലിഞ്ഞു ചേർന്നിരുന്നു. പാരമ്പര്യവും പ്രൗഢിയും വിളിച്ചോതുന്ന ആ വീടിന്റെ മുൻപിലെത്തിയപ്പോൾ സുമിത്രയുടെ കാലുകൾ വിറച്ചു. ഇത് തന്റെ മകൾ വളർന്ന മണ്ണാണ്. അവശനായ മാധവനെ ഉമ്മറത്ത് കണ്ടപ്പോൾ വിശാലഹൃദയനായ വിശ്വനാഥൻ മേനോൻ ഓടിയെത്തി. ആരാണെന്നോ എന്താണെന്നോ ചോദിക്കാതെ അകത്തേക്ക് കിടത്തൂ എന്ന് അദ്ദേഹം ആജ്ഞാപിച്ചു. ലക്ഷ്മി, മകളെ, വേഗം വരൂ, ഒരു രോഗി വന്നിരിക്കുന്നു, നില ഗുരുതരമാണ്. മേനോൻ അകത്തേക്ക് വിളിച്ചു പറഞ്ഞു. അല്പസമയത്തിനകം അകത്തെ മുറിയിൽ നിന്ന് ചന്ദനത്തിന്റെയും തുളസിയുടെയും ഗന്ധമുമായി അവൾ ഇറങ്ങിവന്നു. ലളിതമായ വേഷം, കണ്ണുകളിൽ കാരുണ്യം, മുഖത്ത് വല്ലാത്തൊരു തേജസ്. മംഗലത്തെ ലക്ഷ്മി. സുമിത്ര അവളെ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. തന്റെ ചോര, താൻ ഒഴുക്കിവിട്ട കുഞ്ഞ് ഇത്രയും സുന്ദരിയായി മിടുക്കിയായി വളർന്നിരിക്കുന്നു. ലക്ഷ്മി മാധവന്റെ അരികിലെത്തി. ആ വ്രണങ്ങൾ കണ്ട് അവൾ മുഖം ചുളിച്ചില്ല. അറപ്പോ വെറുപ്പോ ഇല്ലാതെ അവൾ ആ വ്രണങ്ങൾ പരിശോധിച്ചു. അച്ഛാ, വേപ്പെണ്ണയും മഞ്ഞളും വേഗം വേണം, അവൾ വിശ്വനാഥൻ മേനോനോട് പറഞ്ഞു. പിന്നെ അവൾ സ്വന്തം കൈകൊണ്ട് ഔഷധക്കൂട്ടുകൾ അരച്ച് മാധവന്റെ ദേഹത്ത് പുരട്ടാൻ തുടങ്ങി. ആ മൃദുലമായ സ്പർശനം. മാധവൻ അത് വിശ്വസിക്കാനായില്ല. താൻ വെറുത്ത, കൊല്ലാൻ ആഗ്രഹിച്ച ഒരു പെൺവർഗത്തിൽപ്പെട്ട ഒരുവൾ തന്നെ സ്വന്തം അച്ഛനെപ്പോലെ ശുശ്രൂഷിക്കുന്നു. അയാളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകി തലയിണ നനച്ചു. മരുന്നു പുരട്ടുന്നതിനിടയിൽ ലക്ഷ്മിയുടെ സാരിത്തുമ്പ് അല്പം മാറി. സുമിത്രയുടെ കണ്ണുകൾ ലക്ഷ്മിയുടെ ഇടതു കൈയിലുടക്കി. മുട്ടിന് താഴെയായി ശംഖിന്റെ ആകൃതിയിലുള്ള ഒരു കറുത്ത മറുക്. കാലമെത്ര കഴിഞ്ഞാലും ഒരമ്മയ്ക്കും മറക്കാനാവാത്ത അടയാളം. പ്രസവിച്ച നിമിഷം താൻ ചുംബിച്ച അതേ മറുക്. സുമിത്രയുടെ നെഞ്ചിൽ നിന്നൊരു വലിയ നിലവിളി തൊണ്ടയിൽ കുരുങ്ങി. മകളെ, അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവൾ ലക്ഷ്മിയുടെ കൈ കടന്നു പിടിച്ചു. ലക്ഷ്മി, എന്റെ മകളെ. സുമിത്ര പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിൽ മംഗലത്ത് തറവാടിന്റെ ചുവരുകളെ പ്രകമ്പനം കൊള്ളിച്ചു. ലക്ഷ്മി അമ്പരന്നുപോയി. വിശ്വനാഥൻ മേനോനും പാർവതിയും ഓടിയെത്തി. എന്താ കാര്യം? വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് സുമിത്ര ആ മറുക് കാണിച്ചുകൊടുത്തു. ഇതെന്റെ മകളാണ്. 18 വർഷം മുൻപ് ഒരു കർക്കിടക രാത്രിയിൽ നിളയിൽ ഒഴുക്കിവിട്ട എന്റെ കുഞ്ഞ്. ആ വാക്കുകൾ കേട്ട് മാധവൻ ഞെട്ടിത്തരിച്ചു. വേദന മറന്ന് അയാൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വിശ്വനാഥൻ മേനോൻ തറഞ്ഞുപോയി. പാർവതി വായപൊത്തി. താൻ ദൈവത്തെപ്പോലെ കണ്ട അച്ഛനും അമ്മയും തന്റെ സ്വന്തം മാതാപിതാക്കളല്ലെന്ന സത്യം ലക്ഷ്മിക്ക് വിശ്വസിക്കാനായില്ല. പക്ഷേ സുമിത്രയുടെ കണ്ണീരിലെ സത്യം അവൾക്ക് നിഷേധിക്കാനുമായില്ല. മാധവൻ മെല്ലെ എഴുന്നേറ്റു. രോഗം തളർത്തിയ കൈകൾ കൂപ്പി അദ്ദേഹം വിശ്വനാഥൻ മേനോന്റെ കാൽക്കൽ വീഴാൻ ആഞ്ഞു. മേനോൻ സാറേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്. എന്റെ ചോരയാണിത്. എന്റെ ലക്ഷ്മി, ഞങ്ങളുടെ ഏക മകൾ. ഇവൾ ഞങ്ങളുടെ കൂടെ വരട്ടെ. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. മാധവന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. പശ്ചാത്താപം അയാളെ ദഹിപ്പിക്കുകയായിരുന്നു. പാർവതി ഭയത്തോടെ ലക്ഷ്മിയെ ചേർത്തുപിടിച്ചു. സ്വന്തം പ്രാണനെ ആരെങ്കിലും തട്ടിയെടുക്കാൻ വരുന്നതുപോലെ അവർ വിറച്ചു. അതുവരെ ശാന്തനായിരുന്ന വിശ്വനാഥൻ മേനോന്റെ മുഖം ചുവന്നു. അദ്ദേഹം ഒരു സിംഹത്തെപ്പോലെ ഗർജിച്ചു. മാധവൻ, നിർത്തൂ! ആ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. മാധവൻ ഞെട്ടിത്തെരിച്ചു. അച്ഛൻ എന്ന് സ്വയം വിളിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? 18 വർഷം മുൻപ് ഒരു മഴയത്ത് ഈ കുഞ്ഞ് നിളയിലൂടെ ഒഴുകിപ്പോകുമ്പോൾ അവൾക്ക് അച്ഛനുണ്ടായിരുന്നോ? അന്നവൾക്കു വേണ്ടി കാത്തിരുന്നത് നിളയിലെ ചുഴികളും മരണവുമായിരുന്നു. ഭഗവതിയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് അവൾ എന്റെ കൈകളിലെത്തിയത്. ചോരയുടെ ബന്ധം കൊണ്ട് മാത്രം ആരും അച്ഛനാവില്ല. സ്നേഹിക്കാൻ അറിയാത്തവർക്ക്, പെണ്ണായതുകൊണ്ട് മാത്രം സ്വന്തം കുഞ്ഞിനെ കൊലയ്ക്കു കൊടുക്കാൻ മടിക്കാത്തവർക്ക് മക്കളെ വളർത്താൻ ഒരവകാശവുമില്ല. പക്ഷേ ജ്യോത്സ്യർ പറഞ്ഞത്, മാധവൻ വിതുമ്പി, ജ്യോത്സ്യർ പറഞ്ഞത് നിങ്ങളുടെ രോഗം മാറുന്ന കാര്യമാണ്. അതിന് എന്റെ മകൾ മരുന്ന് തന്നല്ലോ. ഇനി നിങ്ങൾ പോയിക്കോളൂ. ഇവൾ മംഗലത്തെ ലക്ഷ്മിയാണ്. അറിവും സ്നേഹവുമുള്ളവളായി അവൾ ഇവിടെ വളരും. സുമിത്രയ്ക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അവർക്കറിയാമായിരുന്നു മേനോൻ പറയുന്നതാണ് ധർമ്മമെന്ന്. അവർ നിറകണ്ണുകളോടെ ലക്ഷ്മിയെ നോക്കി. ലക്ഷ്മി ഒന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകുന്നുണ്ടായിരുന്നെങ്കിലും അവൾ വിശ്വനാഥൻ മേനോന്റെയും പാർവതിയുടെയും അടുത്തേക്ക് ചേർന്നു നിന്നു. ആ നിൽപ്പുമതിയായിരുന്നു അവൾ ആരെയാണ് സ്വന്തമായി കാണുന്നത് എന്ന്. മാധവനും സുമിത്രയും പടിയിറങ്ങി. നടക്കുമ്പോൾ മാധവന്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. രോഗത്തേക്കാൾ വലിയ വേദന, നഷ്ടബോധത്തിന്റെ വേദന
അയാളെ കാർന്നു തിന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഉമ്മറത്ത് വിളക്ക് വെളിച്ചത്തിൽ തന്നെ വളർത്തിയ അച്ഛന്റെയും അമ്മയുടെയും നടുവിൽ നിൽക്കുന്ന ലക്ഷ്മിയെ അവർ കണ്ടു. ഒരു രാജകുമാരിയെപ്പോലെ സുരക്ഷിതയായി തിരിച്ചു നടക്കുമ്പോൾ നിള കലങ്ങി മറിഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. പെൺകുഞ്ഞ് ശാപമല്ല, പുണ്യമാണെന്ന് മാധവൻ തിരിച്ചറിയുമ്പോഴേക്കും ഒരു വ്യാഴവട്ടക്കാലം ഒഴുകിപ്പോയിരുന്നു. കൈവിട്ടുപോയ പക്ഷി ഒരിക്കലും തിരികെ വരില്ലെന്ന സത്യം പോലെ ആ നദി ഒഴുകിക്കൊണ്ടേയിരുന്നു.